ഇവിടുത്തെ 15 വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. സ്കൂളിലൊന്നും പഠിക്കുന്ന പിള്ളേർക്കൊന്നും വിവരം എന്ന് പറഞ്ഞൊരു സാധനമല്ല. ഈ ഒഴുക്കിനെതിരെ നീന്തുന്നത് തലതിരിഞ്ഞ കുറെ പിള്ളേരാണ് കേരളത്തിൽ ഇപ്പൊ മൊത്തം ഉള്ളത്. റിയാസ് സലീം എന്ന ബിഗ് ബോസ് സീസൺ 4 ഫെയിം ഈ അടുത്തൊരു പോഡ്കാസ്റ്റിൽ ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു അത്. ഞാൻ ഒരിക്കലും LGBTQ+ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഐ സപ്പോർട്ട് ദോസ് ഹു നീഡ് ദ സപ്പോർട്ട്. അതിലാദ്യം തന്നെ റിയാസ് സലീം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കേരളത്തിലെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ തെണ്ടികളായി വളർന്നു വരുന്നതെന്ന്. മേ ബി ആ ടൈമിലുള്ള ഗ്രഡ്ജ് മൂലം പറഞ്ഞതായിരിക്കും അത്. പക്ഷെ റിയാസ് സലീമിനെ പോലെ ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അടുത്തായി റിയാസ് പറഞ്ഞത് സ്കൂളിലൊന്നും പഠിക്കുന്ന കുട്ടികൾക്ക് വിവരം എന്ന് പറഞ്ഞ സാധനമേ ഇല്ലെന്ന്. ആർ യു ഷുവർ റിയാസ്? എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്കിടെയാണ് റൗൾ ജോൺ അജു എന്ന 14-കാരനെ ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത്. 9ാം ക്ലാസ്സുകാരായ റൗളും സേതും ചേർന്നുണ്ടാക്കിയ റോബോട്ടിനേക്കാൾ ഞങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞത് ടെക്നോളജിയിലുള്ള റൗളിന്റെ അറിവിലും ആത്മവിശ്വാസത്തോടെ അത് അവതരിപ്പിക്കാനുള്ള കഴിവിലുമായിരുന്നു. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ ആൻസർ ചെയ്യുന്ന പോലെ തന്നെയും അത് തന്നെ ആൻസർ ചെയ്യും. കേരളത്തിലെ ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്. ഇതൊരു 14 വയസ്സുകാരൻ്റെ വീഡിയോ ആയിരുന്നു. ഇനി റിയാസ് സലീമിന്റെ വിവരം നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ റിയാസ് ബിഗ് ബോസിൽ വരുന്നതിനെക്കാട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് വരെ ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളായിരുന്നു റിയാസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിന് എതിരായി കുറേ മെഡിക്കൽ എക്സ്പേർട്സ് വരെ ആ ഒരു സമയത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ വീഡിയോസ് അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. റിയാസ് എന്തായാലും ആ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ശരിക്കും റിയാസ് സലീം നമ്മുടെ നാട്ടിലെ പിള്ളേരൊന്നും കണ്ടിട്ടില്ലാന്ന്. കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ റിയാസ് സലീം ഒരിക്കലും ഇമാതിരി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും പറയില്ലായിരുന്നു. ഇനി അവസാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒഴുക്കിനെതിരെ നീന്തണ കുറെ പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. എനിക്കറിയേണ്ടത് റിയാസ് സലീം ഉദ്ദേശിക്കുന്ന ഒഴുക്ക് ഏത് ദിശയിലേക്കാണെന്നാണ്. വെറുതെ നമ്മുടെ നാട്ടിൽ പിള്ളേർ പെട്ടിങ് ഇടയ്ക്കൊക്കെ എടുത്ത് വേറെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഇമാതിരി ഡീമോട്ടിവേറ്റിംഗ് അല്ല ഡയലോഗ്സ് ഒക്കെ പറഞ്ഞാൽ ഹൗ ക്യാൻ ഡേ. അതുപോലെ റിയാസിന് ഇമാതിരി സ്റ്റേറ്റ്മെന്റ്സിനുള്ള റിപ്ലൈസ് ഒക്കെ ഈ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ റിയാസിന് കാണാവുന്നതാണ്. ജസ്റ്റ് അതൊക്കെ വല്ലപ്പോഴും എടുത്ത് നോക്കിയാൽ നന്നായിരിക്കും. ഇതുപോലെ അല്ലാതെ നമ്മുടെ നാട്ടിലെ യൂത്ത്സിനൊക്കെ വളരെയധികം നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണ കുറേയധികം വ്യക്തികളുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഫ്രഷ് ഹോമിൻ്റെ കോഫൗണ്ടറായ മാത്യു ജോസഫ് സാർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹമൊക്കെ കടലിൽ നിന്നെടുത്തിട്ടാണ് മീൻ വിറ്റുണ്ടായിരുന്നത്. പക്ഷെ ഇനി വരുന്ന ഭാവി തലമുറ വേണമെങ്കിൽ ആകാശത്തിൽ നിന്ന് മീനെടുത്ത് വിൽക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറേയധികം ഓൺട്രപ്രനേഴ്സ് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. റിയാസ് സലീം നല്ലൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നേക്കാം, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ഇസ്